ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്ത്. ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കവർച്ചയാണെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വർണ്ണപ്പാളിയിലെ സ്വർണം കവർന്നുവെന്നും സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നുവെന്നുമാണ് വിജിലൻസിന്റെ നിർണായക കണ്ടെത്തൽ. 2019 ദ്വാരപാലക ശില്പങ്ങളും 2 സൈഡ് പാളികളുമാണ് സ്വർണം പൊതിയാൻ കൊണ്ടുപോയത്. 1.5 കിലോ സ്വർണമാണ് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞതെന്നും എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചെത്തിച്ച പാളിയിലുള്ളത് 394 ഗ്രാം സ്വർണം മാത്രമായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണപ്പാളിയിലെ സ്വർണം കവർന്നുവെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. വിജയ്മലയെ സ്വർണമാണ് പൊതിഞ്ഞതെന്നും 8 സൈഡ് പാളികളിലായി 4 കിലോയാണ് പൊതിഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ 2 പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരുന്നു. നൽകിയ ആ പാളികളിൽ എത്ര സ്വർണമുണ്ടെന്ന് ഇനി തിട്ടപ്പെടുത്തണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നത് 2022 തന്നെ സർക്കാരിനും ദേവസ്വം ബോർഡിനും അറിയാവുന്ന വിഷയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ് വിവരം പുറത്തായത്. സർക്കാരും ദേവസ്വം ബോർഡും കള്ളക്കച്ചവടത്തിൽ പങ്കാളിയാണെന്നും സതീശൻ ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, സർക്കാരും ദേവസ്വം ബോർഡും വിഷയത്തിൽ കുറ്റക്കാരാണ്. സ്വർണം കവർന്നെന്ന് ബോധ്യപ്പെട്ടിട്ടും അതേ സ്പോൺസറെ തന്നെ ഏൽപ്പിച്ചു. 40 ദിവസം കഴിഞ്ഞാണ് ചെന്നൈയിലെ അറ്റകുറ്റപ്പണിക്ക് എത്തുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷണം വേണം. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ നോട്ടീസ് നൽകിയെന്ന് അടിയന്തര പ്രമേയത്തിൽ അവതരണാനുമതി പോലും തന്നില്ലെന്നും മന്ത്രിയുടെ മറുപടികൾ വിചിത്രമാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. നിങ്ങൾക്കറിയാം, വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. അവിടെ ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. 2019 നടന്ന ഈ സംഭവത്തെക്കുറിച്ച് 2022 ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിവുണ്ടായിരുന്നു. ഹൈക്കോടതിക്ക് ഇപ്പോൾ നടത്തിയ ഇടപെടലിലൂടെയാണ് ഇത് മനസ്സിലായത്. 2019ലെയും 2022ലെയും മഹസറുകൾ പരിശോധിച്ചപ്പോഴാണ് സ്വർണം അവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായത്. അപ്പോൾ ഈ തെളിവുകളെല്ലാം ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു. ആ തെളിവുകൾ ഉള്ളപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും യാതൊരു ക്രിമിനൽ നടപടികളും സ്വീകരിക്കാതെ ഈ സ്വർണ്ണ മോഷണം മറച്ചുവെച്ചു. അതിനർത്ഥം ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉള്ളവർ ഈ കള്ളക്കച്ചവടത്തിൽ പങ്കാളികളാണ് എന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ട് 2022ലെ 19ലെയും മഹസർ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചില്ല? പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡ് അധികാരികളും സർക്കാരിലെ ചിലരും ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാണ്. അത് മറച്ചുവെച്ചു എന്ന് മാത്രമല്ല, രണ്ടാമതൊരു ഗുരുതരമായ കുറ്റം ചെയ്തത് വീണ്ടും അയാളെ തന്നെ ഈ മഹസർ റിപ്പോർട്ട് പ്രകാരം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യമായിട്ടും അതേ സ്പോൺസറെ തന്നെ 2025 വീണ്ടും സ്വർണം പൂശാൻ വിളിക്കുന്നു. അപ്പോ ഇതെല്ലാം കൂട്ടുകച്ചവടമാണ്. അപ്പൊ വീണ്ടും പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്ത് 30 കിലോഗ്രാമിലധികം സ്വർണമാണ് UB ഗ്രൂപ്പിലെ വിജയ് മല്യ നൽകിയത്. അതിന് ഒരു കാര്യത്തിൽ മാത്രമാണ് 4 കിലോ സ്വർണത്തിന്റെ കുറവ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള മെറ്റീരിയൽസിലെല്ലാം ഇതുപോലെ തന്നെ സ്വർണത്തിന്റെ കുറവുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ടത് 30 കിലോയിലധികം സ്വർണം UB ഗ്രൂപ്പ് കൊടുത്തിട്ട് അതിൽ എത്ര കിലോ കാണാതെ പോയിട്ടുണ്ട്? 4 കിലോ മാത്രമല്ല, അതിൽ കൂടുതൽ കാണാതെ പോയിട്ടുണ്ട്. എത്ര കിലോ കാണാതെ പോയിട്ടുണ്ട്? ദേവസ്വം ബോർഡ് സ്വർണം പൂശാൻ ഏൽപ്പിക്കുന്ന ഈ സംഭവം മദ്രാസിലെത്തുന്നത് 40 ദിവസം കഴിഞ്ഞിട്ടാണ്. 40 ദിവസം ഇത് എവിടെയായിരുന്നു? വേറെ ചെമ്പിന്റെ മോൾഡ് ഉണ്ടാക്കുകയായിരുന്നു. ചെമ്പുപാളി മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് രേഖ. അപ്പൊ ഗുരുതരമായ വിഷയം അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്തതിലുണ്ടായിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത്. 1. 2, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. 3, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം. ഈ 3 ഡിമാൻഡാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് എന്തുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തില്ല എന്നാണ് മന്ത്രിമാരുടെ മറുപടി കേട്ടാൽ നമ്മൾ ചിരിച്ച് മണ്ണ് വെക്കും. എന്തുകൊണ്ട് നോട്ടീസ് കൊടുക്കാതെ പോയെന്നാണ്. നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നു എന്നാണ്. ഇതേ വിഷയം 19-ാം തീയതി ഈ സഭാ സമ്മേളനത്തിൽ
ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തിട്ട് അത് അവതരിപ്പിക്കാൻ പോലുള്ള അനുമതി നൽകാതെ തള്ളുകയായിരുന്നു.